ഓം ശാന്തി. ഇന്നത്തെ മുരളിയുടെ ചർച്ചയിലേക്ക് കടക്കാം. ഇന്നത്തെ തീയതി 9/5/2026. ബാബയുടെ മുരളി ചർച്ച ചെയ്യാം. ഇപ്പൊ ആലോചിച്ചു നോക്കൂ, നിങ്ങളൊരു VR, അതായത് ഒരു വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ് വെച്ച് ഒരു ഗെയിം കളിക്കുകയാണെന്ന് കരുതുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു തുടക്കം. അതെ, ഗെയിമിന്റെ ലഹരിയിൽ നിങ്ങൾ ഒക്കെ മറക്കും അല്ലേ? പേടിക്കും, കരയും, ചിലപ്പോൾ അമിതമായി സന്തോഷിക്കും. ശരിക്കും നമ്മളൊരു മുറിയിൽ സേഫായി ഇരിക്കുകയാണെന്ന സത്യം പൂർണ്ണമായും മറന്നുപോകും. ഇതുപോലെ നമ്മളും ഇപ്പോൾ ഒരു VR ഹെഡ്സെറ്റ് വെച്ചാണ് ജീവിക്കുന്നതെന്ന് ബാബ പറയുന്നു. അതെ, ആ ഹെഡ്സെറ്റിന്റെ പേരാണ് ഈ ദേഹാഭിമാനം അഥവാ ബോഡി കോൺഷ്യസ്നസ്. ഇപ്പൊ സ്മാർട്ട് ഫോണിലോ കാറിലോ ഇത് കേൾക്കുന്ന നിങ്ങളോട് ബാബ ഇന്ന് ആവശ്യപ്പെടുന്നത് ആ VR ഹെഡ്സെറ്റ് അഴിച്ചുവെക്കാനാണ്. അതായത് നമ്മൾ വെറും ഒരു ശരീരമല്ല എന്ന് ഓർക്കാനല്ലേ? കൃത്യം. നമ്മൾ 84 ജന്മന്തരുടെ ഡാറ്റ മുഴുവൻ സൂക്ഷിച്ചിരിക്കുന്ന ഒരു മൈക്രോചിപ്പാണ്. ഒരു ജ്യോതിബിന്ദുവായ ആത്മാവാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ദേഹി അഭിമാനത്തിൽ നമുക്ക് സ്ഥിരമായി നിൽക്കാൻ കഴിയുന്നില്ല. അതാണ് എന്റെയും വലിയ സംശയം. ഇപ്പോ ശ്രോതാക്കൾക്ക് ആത്മാവ് ഒരു പോയിന്റ് ഓഫ് ലൈറ്റ് ആണെന്നതൊന്നും പുതിയ കാര്യമല്ലല്ലോ. എല്ലാവർക്കും അത് മനഃപ്പാഠമാണ്. ശരിയാണ്, തിയറി എല്ലാവർക്കും നന്നായിട്ടറിയാം. പിന്നെ എന്താണ് ജോലിസ്ഥലത്തൊരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും ഈ ആത്മീയ ബോധം എവിടേക്കാണ് പോകുന്നത്? ബാബ പറയുന്നുണ്ട്, ആത്മാവില്ലാതെ ശരീരത്തിന് സംസാരിക്കാനോ പ്രവർത്തിക്കാനോ കഴിയില്ലാന്ന്. എന്നിട്ടും നമുക്ക് ഈ ഹാർഡ്വെയറിനോടുള്ള അറ്റാച്ച്മെന്റ് ഭയങ്കര കൂടുതലാണ്. ഈ ദേഹാഭിമാനത്തിൽ നിന്ന് പുറത്തു കടക്കാൻ എന്തുകൊണ്ടാണ് ഇത്ര പാട്? ഇതിന്റെ റീസൺ നമ്മൾ ആത്മാവിനെ വെറുമൊരു വെളിച്ചമായി മാത്രം കാണുന്നതുകൊണ്ടാണ്. കഴിഞ്ഞ 84 ജന്മങ്ങളായി ഈ ആത്മാവെന്ന ബിന്ദുവിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഡാറ്റയെക്കുറിച്ച് ബാബ ഇന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോ ഇതൊരു ചെറിയ പ്രോഗ്രാമിംഗ് അല്ല. അല്ലല്ല, നിങ്ങളുടെ നല്ലതും ചീത്തയുമായ സംസ്കാരങ്ങൾ, പ്രതികരണങ്ങൾ, ഭയങ്ങൾ, ഇതെല്ലാം നൂറ്റാണ്ടുകളായി പ്രോഗ്രാം ചെയ്യപ്പെട്ടതാണ്. ഈ ദേഹാഭിമാനം എന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു ശീലമല്ലല്ലോ. അതൊരു വലിയ സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പൊ അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനാണ് ബാബ പറയുന്നത്, സ്വയം ആത്മാവാണെന്ന് നിശ്ചയം വന്ന് നിരാകാരനായ പരമാത്മാവിൽ നിന്ന് കേൾക്കുമ്പോൾ മാത്രമേ ഈ പ്രോഗ്രാമിംഗ് ഡിലീറ്റ് ചെയ്യാൻ കഴിയൂ എന്ന്. മറ്റു മനുഷ്യരുടെ ഉപദേശം കേട്ടാൽ പോരെ? ഇല്ല, ദേഹധാരികൾ നൽകുന്ന ഉപദേശങ്ങൾ വെറും വിവരങ്ങൾ മാത്രമാണ്. അത് കേട്ടാൽ നിങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം കിട്ടും. പക്ഷേ ഈ 84 ജന്മങ്ങളുടെ പാറ്റേൺ ബ്രേക്ക് ചെയ്യണമെങ്കിൽ വേറൊരു ഫ്രീക്വൻസി തന്നെ ആവശ്യമാണ്. ഓഹോ, അപ്പൊ നമ്മൾ വായിക്കുന്ന സാധാരണ പുസ്തകങ്ങളോ മോട്ടിവേഷണൽ ക്ലാസ്സുകളോ ഒന്നും ഇവിടെ പൂർണ്ണമായി വർക്കാകില്ലെന്നർത്ഥം. ആ പഴയ സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾ ചെയ്യാൻ ഒറിജിനൽ ഡെവലപ്പർ തന്നെ വരണം അല്ലേ? അതെ, ആ ഡെവലപ്പർ നേരിട്ട് തന്നെ വരണം. ഇവിടെ എനിക്കൊരു വലിയ കൺഫ്യൂഷനുണ്ട്. ഈ ഒറിജിനൽ ഡെവലപ്പർ, അതായത് നമ്മുടെ അച്ഛനായ പരമാത്മാവ്, എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത്? കാരണം ശിവബാബ നിരാകാരനാണെന്ന് ബാബ പറയുന്നുണ്ടല്ലോ. ശരിയാണ്, ഭഗവാന് സ്വന്തമായി ശരീരമില്ല. ബ്രഹ്മാവിനോ വിഷ്ണുവിനോ ഉള്ളതുപോലെ ഒരു സൂക്ഷ്മ ശരീരം പോലുമില്ല. പിന്നെ ഒരു രൂപവുമില്ലാത്ത, ജനന മരണ ചക്രത്തിലൊട്ടും വരാത്ത ഒരു ഊർജത്തിന് എങ്ങനെയാണ് ഇത്രയും വിശദമായി മനുഷ്യരായ നമുക്ക് ക്ലാസ് നൽകാൻ കഴിയുന്നത്? ഇത് പ്രാക്ടിക്കലി എങ്ങനെ നടക്കും എന്ന് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ വരില്ലേ? അവിടെയാണ് ഭഗവാന്റെ ഏറ്റവും വലിയ കാരുണ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ലോകം മുഴുവൻ പതിതമാണ്, അതായത് വികാരങ്ങളാൽ നിറഞ്ഞതാണ് എന്ന് ബാബ പറയുന്നുണ്ടല്ലോ. തീർച്ചയായും. എന്നാൽ ഭഗവാൻ പാവനമാണ്. ഈ പാവനമായ ഊർജത്തിന് പതിതരായ മനുഷ്യരുമായി സംവദിക്കാൻ നമുക്ക് മനസ്സിലാകുന്ന തലത്തിലുള്ള ഒരു ഇന്റർഫേസ് വേണം. സ്വന്തമായി ശരീരമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഒരു സാധാരണ വൃദ്ധ ശരീരത്തിൽ ഭാഗീരഥൻ എന്ന് വിളിക്കപ്പെടുന്ന ബ്രഹ്മാവിലൂടെ പ്രവേശിക്കുന്നു. എന്തുകൊണ്ട് ഒരു സാധാരണ മനുഷ്യൻ എന്ന് പലരും ചോദിക്കാറില്ലേ? അത്ഭുത രൂപത്തിലൊക്കെ വന്നുകൂടെ? അങ്ങനെ വന്നാൽ ആർക്കും ഒന്നും മനസ്സിലാകില്ല. നമ്മളെപ്പോലെ സാധാരണക്കാരായ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കാൻ ഒരു മനുഷ്യമാധ്യമം തന്നെ വേണം. ഭഗവാൻ നേരിട്ടൊരു പ്രകാശമായി സംസാരിച്ചാൽ ഈ സൂക്ഷ്മമായ കാര്യങ്ങൾ ആർക്കെങ്കിലും മനസ്സിലാകുമോ? ഇല്ല, അത് ബുദ്ധിമുട്ടാണ്. അക്കാര്യം മുരളിയിൽ ബാബ വളരെ കൃത്യമായൊരു ഉപമ വെച്ച് പറയുന്നുണ്ട്. ലോകഭൂപടം കണ്ടിട്ടില്ലാത്ത ഒരാളോട് ലണ്ടനോ അമേരിക്കയോ എവിടെയാണെന്ന് വാക്കാൽ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന്. കറക്റ്റ്. ഒരു ടീച്ചർ മാപ്പ് കാണിച്ച് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. അതെ, അതുപോലെ ഈ മാധ്യമത്തിലൂടെയും ചിത്രങ്ങളിലൂടെയുമാണ് ബാബയെ വലിയ സത്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. എങ്കിലും പരമാത്മാവിനെ ഒരു വ്യക്തിയായി അല്ലെങ്കിൽ ദേഹധാരികളിൽ ഒരാളായി ചുരുക്കിക്കാണാൻ നമ്മൾ ശ്രമിക്കാറില്ലേ?
അങ്ങനെ കാണാൻ കഴിയില്ല എന്ന് ബാബ ഊന്നി പറയുന്നുണ്ട്. അതാണ് മനുഷ്യരുടെ കുഴപ്പം. നമ്മൾ ഭഗവാനെ എവിടെയോ ഇരിക്കുന്ന ഒരു രാജാവായിട്ടോ അല്ലെങ്കിൽ ശിക്ഷിക്കുന്ന ഒരു ജഡ്ജിയായിട്ടോ ആണ് സങ്കല്പിക്കുന്നത്. അത് ശരിയാ. എന്നാൽ ബാബ പറയുന്നു, ഭഗവാന് ഒരിക്കലും പതിതമാകാൻ സാധ്യമില്ല എന്ന്. എല്ലാവരുടെയും അച്ഛനായ പരമാത്മാവ് ഈ പതിത ലോകത്തിൽ വരുന്നത് തന്നെ നമ്മളെ പാവനമാക്കി ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ്. മറ്റാർക്കും ഈ അറിവ് നൽകാൻ കഴിയില്ല അല്ലേ? ഒരിക്കലുമില്ല. കാരണം ബാക്കിയെല്ലാവരും തന്നെ ഈ ജനനമരണചക്രത്തിൽപ്പെട്ടവരാണ്. ജനനമരണങ്ങൾക്ക് അതീതമായ ഒരു അലൗകിക ദിവ്യജന്മമാണ് ബാബയുടേത്. ആ ഒരൊറ്റ വ്യത്യാസമാണ് ഭഗവാനെ യഥാർത്ഥ ടീച്ചറാക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാബ നമ്മളെ ഈ പഴയ ഡാറ്റ ക്ലിയർ ചെയ്ത് ആ പാവന ലോകത്തിലേക്ക് തിരികെ കൊണ്ടുപോകാൻ തയ്യാറെടുക്കുകയാണ്. എന്നാൽ എങ്ങനെയാണ് നാം അവിടെ നിന്നും ഇത്രയും താഴേക്ക് വന്നത്? ചരിത്രമെന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് യുദ്ധങ്ങളാണ്. അതെ, ലോകമഹായുദ്ധങ്ങളും വെട്ടിപ്പിടിക്കുന്ന രാജാക്കന്മാരും ഒക്കെ തന്നെയാണ് നമ്മൾ പഠിച്ച ചരിത്രം. എന്നാൽ ഇന്ന് ബാബ പറയുന്നത് വിശ്വത്തിന്റെ അധികാരികളായിരുന്ന സൂര്യവംശികളിൽ നിന്ന് ചന്ദ്രവംശികളിലേക്ക് അധികാരം മാറുമ്പോൾ അവിടെ യാതൊരുവിധ യുദ്ധങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാണ്. അത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. അത് സ്വാഭാവികമാണ്. യാതൊരു ബലപ്രയോഗവുമില്ലാതെ സ്വാഭാവികമായി അധികാരം മാറുന്നു എന്നത് ഇന്നത്തെ നമ്മുടെ ബുദ്ധിക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. കാരണം നമ്മൾ ജീവിക്കുന്നത് പൂർണ്ണമായും അരക്ഷിതാവസ്ഥ നിറഞ്ഞ കലിയുഗത്തിലാണ്. അതെ, മനുഷ്യൻ ഇൻസെക്യൂർ ആകുമ്പോഴാണല്ലോ യുദ്ധങ്ങളും തർക്കങ്ങളുമൊക്കെ ഉണ്ടാകുന്നത്. കൃത്യം. എന്നാൽ സത്യയുഗത്തിൽ എല്ലാവരും പാവനരായിരുന്നു. അവരുടെ ആത്മാവ് 100% സമ്പന്നമായിരുന്നു. ആന്തരികമായി സമ്പന്നരായ ഒരു ജനതയ്ക്ക് വെട്ടിപ്പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ അവരുടെ വൈകാരിക നിലവാരം അത്ര ഉയർന്നതായിരുന്നോ? അതെ. അതുകൊണ്ടാണ് അവിടെ അധികാര കൈമാറ്റം ഒരു സംഘർഷവുമില്ലാതെ പ്രകൃതിയുടെ ഒരു സ്വാഭാവിക പ്രക്രിയ പോലെ നടന്നത്. പിന്നീട് പുനർജന്മങ്ങളെടുത്ത് നമ്മൾ താഴേക്ക് വന്ന് നരകത്തിലെത്തുമ്പോഴാണ് ഈ കാണുന്ന തർക്കങ്ങളും രാവണരാജ്യവുമെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന ഈ തകർച്ചയൊക്കെ ഒരു വലിയ ലോകചക്രത്തിന്റെ, അതായത് ഒരു ഡ്രാമയുടെ ഭാഗമാണ്. ഇതൊരു വലിയ പാഠ്യപദ്ധതി പോലെയാണെന്നും ബ്രാഹ്മണകുലത്തിലുള്ളവർക്കേ ഇത് മുഴുവനായി മനസ്സിലാകൂ എന്നും ബാബ പറയുന്നുണ്ട്. ഈ ഡ്രാമ എന്ന കോൺസെപ്റ്റ് നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. അതെ, പലപ്പോഴും നമ്മൾ എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ലോകം ഇങ്ങനെയായി എന്നൊക്കെ ചിന്തിച്ച് വിഷമിക്കാറില്ലേ? എന്നാൽ ഇതെല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടൊരു ഡ്രാമയാണെന്ന തിരിച്ചറിവ് ഭയങ്കര വലിയൊരു റിലീഫാണ് തരുന്നത്. ശരിക്കും നിങ്ങൾ പറഞ്ഞത് പോയിന്റാണ്. ഇതൊരു സ്പിരിച്വൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെയാണ്. അതുള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അനാവശ്യമായ ചോദ്യങ്ങളോ തർക്കങ്ങളോ വരില്ല. ശാസ്ത്രങ്ങളെ മാത്രം ആശ്രയിക്കുന്നവർ ഇതിനെക്കുറിച്ച് തർക്കിക്കില്ലേ? തർക്കിച്ചേക്കാം. എന്നാൽ ത്രികാലദർശിയായ ബാബ നൽകുന്ന ഈ പുതിയ ജ്ഞാനം മനുഷ്യന്റെ ബുദ്ധിയെ പൂർണ്ണമായും ശാന്തമാക്കും. എന്ത് സംഭവിച്ചാലും അത് ഈ വലിയ ഡ്രാമയിലെ കൃത്യമായൊരു സീനാണെന്ന ബോധം നമ്മെ സദാ സ്റ്റേബിളാക്കി മാറ്റും. വളരെ മനോഹരമായ പോയിന്റ്. ഇപ്പോ ശ്രോതാക്കൾക്കൊരു സംശയം തോന്നാം. ഈ ഡ്രാമയും ലോകചക്രവും ഒക്കെ മനസ്സിലായി. പക്ഷെ നാളെ ഓഫീസിലേക്ക് പോകുമ്പോൾ ട്രാഫിക്കിൽപ്പെട്ട് ദേഷ്യം വരുമ്പോഴോ സ്ട്രെസ് വരുമ്പോഴോ ഈ അറിവ് എങ്ങനെ പ്രാക്ടിക്കലി ഉപയോഗിക്കുമെന്ന്. അവിടെയാണ് ബാബ നൽകുന്ന ടൂളുകൾ നമുക്ക് ആവശ്യമായി വരുന്നത്. അതിരാവിലെ എഴുന്നേറ്റ് വിചാരസാഗര മഥനം ചെയ്യുക എന്ന് ബാബ പറയുന്നുണ്ടല്ലോ. കൂടാതെ മന്മലാഭവ എന്ന അവസ്ഥയെക്കുറിച്ചും പറയുന്നു. നമ്മൾ ധ്യാനം എന്ന് പറഞ്ഞ് കണ്ണടച്ചിരിക്കാറാണ് പതിവ്. വിചാരസാഗര മഥനം അതിൽ നിന്നെങ്ങനെയാ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? വിചാരസാഗര മഥനം അഥവാ ജ്ഞാനത്തെ കടയുക എന്നത് വെറുമൊരു പാസീവായ പ്രക്രിയയല്ല. അതൊരു വളരെ ആക്റ്റീവായ ബ്രെയിൻ റീവയറിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ 84 ജന്മങ്ങളിലെ മോശം ഡാറ്റ ഇല്ലേ, ആ പഴയ പ്രോഗ്രാമിംഗ്. അതെ, അതിനെ ഡിലീറ്റ് ചെയ്യാനുള്ള ഏക വഴി പുതിയ കരുത്തുറ്റ ചിന്തകളെ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് കൃത്യമായി ഫീഡ് ചെയ്യുക എന്നതാണ്. അതിരാവിലെ മനസ്സ് വളരെ സ്വീകാര്യമായിരിക്കുമ്പോൾ ബാബ നൽകുന്ന ജ്ഞാനത്തെക്കുറിച്ച് നാം ആഴത്തിൽ ചിന്തിക്കുന്നു. അതായത് ഒരു പോയിന്റ് എടുത്ത് ചിന്തിക്കുക അല്ലേ? അതെ. ഉദാഹരണത്തിന്, ഞാനൊരു ശാന്ത സ്വരൂപമായ ആത്മാവാണ് എന്ന ചിന്തയെടുത്ത് മനസ്സിലിട്ട് കടയുന്നു. ഇതിലൂടെ ബുദ്ധിയുടെ അനാവശ്യമായ അലച്ചിൽ നിൽക്കും. പഴയ പാപങ്ങൾ നശിക്കും. ബാബ പറയുന്ന മന്മനാഭവ, അതായത് എന്നെ മാത്രം ഓർമ്മിക്കുക എന്ന അവസ്ഥയിലേക്ക് നാം സ്വാഭാവികമായി എത്തും. ഈ ചിന്തകളുടെ കാര്യക്ഷമതയെക്കുറിച്ച് പറയുമ്പോൾ ബാബ ഇന്ന് നൽകിയ അതിമനോഹരമായ ഒരു വരദാനമുണ്ട്. ഒരു നമ്പർ 1 ബിസിനസ്മാൻ ആകുക.
അതെ, നല്ലൊരു പ്രയോഗമാണത്. സാധാരണ ബിസിനസ്ന്ന് കേൾക്കുമ്പോൾ പണവും സമയവും ലാഭിക്കുന്നതാണ് ഓർമ്മ വരിക. എന്നാൽ ബാബ ഇവിടെ ചിന്തകളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഓരോ സങ്കല്പവും ഓരോ സെക്കൻഡും സമ്പാദ്യമാക്കി മാറ്റുന്ന കോടിപതിയാകാൻ ബാബ പറയുന്നു. കറക്റ്റ്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, നമ്മുടെ ഓരോ ചിന്തയും 1,00,00,000 രൂപയാണെങ്കിൽ നമ്മളത് വെറുതെ കളയുമോ? ഒരാളോട് ദേഷ്യപ്പെടാനോ കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കാനോ ആ കറൻസി നമ്മൾ വലിച്ചെറിയോ? തീർച്ചയായുമില്ല. ഇത് ആധുനിക കാലത്തെ ടൈം മാനേജ്മെന്റിനേക്കാൾ വലിയ മൈൻഡ് മാനേജ്മെന്റാണ്. നമ്മുടെ ഊർജം മുഴുവൻ ചോർന്നു പോകുന്നത് ഇത്തരം വ്യർത്ഥ സങ്കല്പങ്ങളിലൂടെയാണ്. അതെ അതെ. ഒരാൾ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ കോടിക്കണക്കിന് വിലയുള്ള ചിന്തകളാണ് കളയുന്നത്. ബാബ പറയുന്നു, ഈ സ്പിരിച്വൽ ബിസിനസ്സിലൂടെ സ്വയത്തെ എപ്പോഴും നല്ല ചിന്തകളിൽ ബിസിയാക്കി വെക്കുക എന്ന്. അപ്പോ ഉള്ളിൽ നെഗറ്റീവ് ചിന്തകൾക്ക് ഇടമുണ്ടാകില്ല അല്ലേ? അതെ, എപ്പോഴും ലാഭത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ നെഗറ്റീവിനെവിടെയാ സ്ഥാനം? പുതിയതായി വരുന്നവർ 7 ദിവസത്തെ ഭട്ടി, അതായത് കോഴ്സ് എടുത്ത് ഈ ബിസിനസിന്റെ സയൻസ് കൃത്യമായി പഠിക്കണമെന്നും ബാബ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എങ്കിൽ ഈ സ്പിരിച്വൽ ബിസിനസ്സിലെ ഏറ്റവും വലിയ റിട്ടേൺ എന്തായിരിക്കും? എനിക്ക് തോന്നുന്നത് അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ എന്നാണ്: അചഞ്ചലമായ സന്തോഷം. 100% ശരിയാണ്. സഭാസുദൃഢമായ ഏകരസസ്ഥിതി നിലനിർത്തുക എന്നതാണ് ബാബയുടെ അവ്യക്ത സൂചന. ഈ ഭാഗത്ത് ബാബ വളരെ സ്ട്രോങ് ആയ ഒരു കാര്യം പറയുന്നുണ്ട്. ശരീരം തന്നെ പോകട്ടെ, എന്നാൽ താങ്കളുടെ സന്തോഷം പോകാതിരിക്കട്ടെ എന്ന്. പണമൊന്നും ഇതിനു മുന്നിൽ ഒന്നുമല്ല. വളരെ ശക്തമായ വാക്കുകളാണത്. പിന്നെ എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചത് ഇന്നത്തെ സ്ലോഗനാണ്: ആരാണോ യാചിക്കുന്നത് അവർക്ക് സന്തോഷത്തിന്റെ ഖജാനാക്കളിൽ സമ്പന്നമാകാൻ സാധിക്കില്ല എന്ന് ബാബ പറയുന്നു. ഈ യാചിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തെരുവിലെ ഭിക്ഷാടനത്തെ അല്ലല്ലോ ചിന്തിക്കേണ്ടത്. അല്ലല്ല, ഒരിക്കലുമല്ല. നമ്മൾ ഓരോരുത്തരും അറിയാതെ തന്നെ വലിയ യാചകരായി മാറിയിരിക്കുകയാണോന്ന് എനിക്ക് തോന്നി. സ്നേഹത്തിനും അംഗീകാരത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള യാചിക്കലല്ലേ ഇത്? വളരെ ഇൻസൈറ്റ്ഫുള്ളായൊരു പോയിന്റാണിത്. നമ്മളെല്ലാവരും ഡിഗ്നിറ്റിയുള്ളവരാണെന്ന് കരുതുന്നവരാണ്. എന്നാൽ ആന്തരികമായി നോക്കിയാൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ യാചിക്കുന്നുണ്ട്. അവരെന്നെ അംഗീകരിക്കണം, എന്നോട് സ്നേഹത്തോടെ സംസാരിക്കണം എന്നൊക്കെ. അതെ, അതൊക്കെ ഒരു തരം യാചിക്കൽ തന്നെയാണല്ലോ. പുറത്തുനിന്നുള്ള എന്തിനെങ്കിലും കാത്തുനിൽക്കുമ്പോൾ നാം യാചകരാകുന്നു. എന്നാൽ മാസ്റ്റർ, സർവശക്തിവാന്റെ സീറ്റിലിരിക്കുന്ന ഒരാൾക്ക് ബാഹ്യമായ യാതൊന്നിന്റെയും ആവശ്യമില്ല. അവർ ആന്തരികമായി സമ്പന്നരാണ്. ബാബ്ഡാദ എപ്പോഴും സേവാധാരികളായ കുട്ടികൾക്കൊപ്പമുണ്ടല്ലോ. അതെ, ആ ഉറപ്പുള്ളവർക്ക് എന്തിനെ ഭയപ്പെടാനാണ്? ഈ ആന്തരിക സമ്പന്നതയാണ് യഥാർത്ഥ സന്തോഷത്തിന്റെ ഖജാനാവ്. അവർക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ആ അചഞ്ചലമായ സന്തോഷം അവരിൽ നിന്നും ആർക്കും തട്ടിയെടുക്കാൻ കഴിയില്ല. വാവ്! ശരിക്കും ഒരു VR ഹെഡ്സെറ്റ് അഴിച്ചു മാറ്റിയതുപോലെയുള്ളൊരു ഫീലാണിപ്പോൾ ലഭിക്കുന്നത്. നാം വെറുമൊരു ശരീരമല്ലെന്നും 84 ജന്മങ്ങളുടെ ചരിത്രം സൂക്ഷിച്ചിരിക്കുന്ന ശക്തമായൊരു ജ്യോതിബിന്ദുവാണെന്നും നാം വീണ്ടും ഉറപ്പിച്ചു. അതെ, നിരാകാരനായ ബാബയുടെ നേരിട്ടുള്ള ജ്ഞാനവും മന്മനാഭവ എന്ന ഓർമ്മയും കൊണ്ടു മാത്രമേ പഴയ ഡേറ്റകളെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയൂ എന്ന് നാം മനസ്സിലാക്കി. ഒപ്പം ഒരു മികച്ച ബിസിനസ്മാനെ പോലെ നമ്മുടെ ഓരോ ചിന്തയും ശരിയായി നിക്ഷേപിച്ച് അചഞ്ചലമായ സന്തോഷത്തിന്റെ ഉടമകളാകണമെന്നും ബാബ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായും ഈ ജ്ഞാനം വെറുതെ കേൾക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഇന്ന് ജോലിക്ക് പോകുമ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴുമെല്ലാം ഇതൊരു പ്രാക്ടിക്കൽ ടൂളായി നിങ്ങളുടെ കയ്യിലുണ്ടാകണം. വ്യർത്ഥമായ ഒന്നിലേക്കും നിങ്ങളുടെ വിലയേറിയ ചിന്തകൾ കളയാതിരിക്കുക. അതെ, അപ്പോ ഇന്നത്തെ ഈ ഡീപ്പ് ഡൈവ് അവസാനിപ്പിക്കുന്നതിനു മുമ്പ് ശ്രോതാക്കളായ നിങ്ങളോട്, അതെ, ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് തന്നെ എനിക്ക് നേരിട്ട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ ആത്മാവിൽ 84 ജന്മങ്ങളുടെ ഡേറ്റ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം, ഈ സെക്കൻഡിൽ നിങ്ങളുടെ അടുത്ത ജന്മത്തിലേക്ക് ഏത് തരം ചിന്തകളും സംസ്കാരങ്ങളുമാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓം ശാന്തി.